ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൊച്ചു കുട്ടി മുതൽ ഏറ്റവും മുതിർന്ന ആൾക്കാർക്ക് വരെ ചെയ്യാനറിയാവുന്ന ഒരു കാര്യമാണ് ATM കാർഡ് ഉപയോഗിച്ചിട്ട് ATM മെഷീനിൽ നിന്ന് ക്യാഷ് എടുക്കുക എന്നുള്ളത്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. രണ്ട് രീതിയിൽ എങ്ങനെ ATM മെഷീനിൽ നിന്ന് ക്യാഷ് എടുക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. നമ്മുടെ കയ്യിലുള്ള ATM കാർഡ് ഈ കാണുന്ന രീതിയിൽ പിടിച്ചിട്ട് ഈ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ക്രീനിലോട്ട് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട്. അതിനുശേഷമേ കാർഡ് എടുക്കാവൂ എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ക്രീനിൽ വന്നിരിക്കുന്നത് 2500 അഥവാ 3500 എന്ന എമൗണ്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ലാംഗ്വേജ് മാറ്റണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 3500 വിഡ്രോവൽ ചെയ്യാൻ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിൻ നമ്പർ 4 അക്ക നമ്പർ നമുക്ക് ആ കീബോർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു പാർട്ടാണ് അതിൻ്റെ കീബോർഡ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് എമൗണ്ടും നമ്മൾ പിൻ നമ്പറൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന പ്രസ് ബട്ടൺ ആഫ്റ്റർ എൻട്രിങ് പിൻ നമ്പർ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതിനുശേഷം താഴെ നമ്മുടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത നമ്മുടെ എമൗണ്ട് 3500 എമൗണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ എമൗണ്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു ATM മെഷീനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് 3500 പിന്നെ 2500 സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 പ്രാവശ്യം വേണമെങ്കിൽ ഈ ഒരു ATM കാർഡ് ഉപയോഗിച്ചിട്ട് ഒരേ ടൈം നമുക്ക് ക്യാഷ് എടുക്കാം. ആദ്യം 3500 എടുത്ത് പിന്നെ നമുക്ക് 2500 എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ATM കാർഡ് ഉപയോഗിച്ചിട്ട് ATM മെഷീനിൽ നിന്ന് ക്യാഷ് വിഡ്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സാധാരണ രീതിയിൽ നമ്മൾ പിൻ നമ്പറും എമൗണ്ടും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എങ്ങനെയാണ് ക്യാഷ് വിഡ്രോവൽ ATM മെഷീനിൽ നിന്ന് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ATM കാർഡ് മെഷീനിലോട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മുകളിലിട്ട് കൊടുത്ത് പ്രസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്തു. പ്ലീസ് എൻ്റർ യുവർ പിൻ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കീബോർഡിൽ നമ്മുടെ പിൻ നമ്പർ 4 അക്ക നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഈ കാണുന്ന ഗ്രീൻ കളറിലെ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാനപ്പോൾ സ്ക്രീനിലുള്ള കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വിഡ്രോവൽ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കറണ്ട് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കീബോർഡിൽ നമുക്ക് നമ്മുടെ എമൗണ്ട് സെലക്ട് ചെയ്ത് അതിലുള്ള ഗ്രീൻ കളർ ബട്ടൺ വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ സ്ക്രീനിലുള്ള കറക്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് റെസിപ്റ്റ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. റെസിപ്റ്റ് വേണമെങ്കിൽ എസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ക്യാഷ് ഈ ഒരു ഏരിയയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ATM കാർഡും കൂടി എടുക്കാൻ നമ്മൾ മറക്കരുത്. ഇനി നമ്മുടെ ഈ കീബോർഡിൽ നമുക്ക് അടിക്കുന്ന പിൻ നമ്പറോ അല്ലെങ്കിൽ നമ്മൾ അടിച്ചു കൊടുത്ത എമൗണ്ടിലോ എന്തെങ്കിലും തെറ്റ് പറ്റിയെങ്കിൽ ആ കാണുന്ന ക്ലിയർ എന്ന് പറയുന്ന യെല്ലോ കളർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും കറക്റ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എമൗണ്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ 100 രൂപയുടെ ഒരു നോട്ടാണ് അല്ലെങ്കിൽ 500 രൂപയുടെ ഒരു നോട്ടാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുമ്പോൾ ചിലപ്പോൾ ആ ഒരു എമൗണ്ട് അവിടെ സ്ട്രക്കായിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സ്ട്രക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ ഒരു തുമ്പത്ത് പിടിച്ചിട്ട് പതിയെ വലിച്ചെടുക്കാനേ പാടുള്ളൂ. സെൻറ്റർ ഭാഗം ഒന്ന് പിടിച്ച് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നോട്ട് കീറിപ്പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു തുമ്പത്തൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് ഒരു സൈഡിൽ കൂടെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നോട്ട് കീറാതെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.